അല്ല, സഹോദരൻ തന്നെ വേണ്ടല്ലോ. സഹോദരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞ, ഞാനല്ല. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ സഹോദരനല്ല, അതെൻ്റെ രക്തമാണെന്ന് എനിക്കറിയാം. പക്ഷെ സഹോദരൻ പറഞ്ഞു അവളുടെ ഒന്നും വേണ്ട, അവളെ ഞാൻ കാണില്ല, അവളെൻ്റെ ആരുമല്ല. പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ. അതെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവത്തിന് അറിയാം കള്ളനാണെങ്കിൽ അതാണ് ശരിയാണ്. ദൈവത്തിനെ പറ്റിക്കാൻ ആർക്കും നടക്കില്ല എന്നാണ് ദൈവവിശ്വാസിയായിട്ടുള്ള എൻ്റെ വിശ്വാസം. ഉണ്ട്. സ്ത്രീ വോട്ടർമാരുടെ എണ്ണം മൊത്തത്തിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിലവിലുള്ള സർക്കാരുകൾക്ക് എതിരായിരിക്കും. അതിൽ കുക്കിംഗ് ഗ്യാസൊക്കെ ഉപയോഗിക്കുന്ന സ്ത്രീകളാണല്ലോ. അവരൊരു കാരണവശാലും കേന്ദ്രത്തിന് വോട്ട് ചെയ്ത് പിന്നെ BJPക്ക് വോട്ട് ചെയ്യില്ല. കേരളത്തിനെ സംബന്ധിച്ചാണെങ്കിൽ അവരനുഭവിക്കുന്ന പ്രയാസം ചില്ലറയല്ല. വിലക്കയറ്റം രൂക്ഷമായി. സർക്കാർ എന്താ പറയേണ്ടത്, മാവേലി സ്റ്റോറിൽ ചെന്ന സാധനം കിട്ടില്ല. അതിന് അതിലേറെ കഷ്ടമാണ് മറ്റ് അനുബന്ധ സപ്ലൈകോൻ്റെ ഒക്കെ അവസ്ഥ. അതുകൊണ്ട് സ്ത്രീകൾ നന്നായിട്ട് വോട്ട് ചെയ്തതിൻ്റെ അർത്ഥം രണ്ടുപേർക്കും ഓരോ തട്ട് കിട്ടുന്നതാണ്. BJPക്കും കിട്ടും, CPM-നും കിട്ടും. കഴിഞ്ഞ 1.5 മാസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തന ഇതായിരുന്നു. അപ്പോൾ അതിനൊരു അവസാന ഘട്ടത്തിലേക്ക് എത്തി. അതെ, അത് ഒരു വിജയത്തിലേക്ക് തന്നെ എത്തും. അത് നല്ലൊരു ആശ്വാസമായി. കാരണം 45 ദിവസം എല്ലാ സൂര്യതാവും ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു. രാവിലത്തെ പത്മ വേണുഗോപാലിന്റെ പ്രതികരണം ശ്രദ്ധിച്ചിരുന്നു. താങ്കളെ പറഞ്ഞത് സഹോദരൻ ഒരു സഹോദരി എന്ന പരിഗണന ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവത്തിന് അറിയാം കള്ളനാണെങ്കിൽ അതാണ് ശരിയാണ്. ദൈവത്തിനെ പറ്റിക്കാൻ ആർക്കും നടക്കില്ല എന്നാണ് ദൈവവിശ്വാസിയായിട്ടുള്ള എൻ്റെ വിശ്വാസം.